3000 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീട് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് 1 ഏക്കർ പ്ലോട്ടിലാണ്. കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ തന്നെ അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ട്രോപ്പിക്കലായിട്ടുള്ള ഒരു ഡിസൈൻ എക്സ്പെക്ട് ചെയ്താണ് ക്ലയൻറ്റ് നമ്മളിത് വന്നതെങ്കിലും പിന്നെ ഈ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലൊക്കേഷൻ്റെയും ആ പ്ലോട്ടിൻ്റെയൊക്കെ ഒരു ആംബിയൻസ്, അതിൻ്റെ പോസിബിലിറ്റി നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രോപ്പിക്കൽ ഒരു ട്രഡീഷണൽ ഫ്യൂഷനിലേക്ക് ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാവുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുമായിരുന്നു. ക്ലയൻറ്റും കൂടി ഒരുമിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്. ഒരു 4 ബെഡ്റൂമോടുകൂടി പ്ലസ് അമ്യൂണിറ്റീസ്, ലിവിങ്, കിച്ചൺ, ഫാമിലി, ഫോമൽ സെപ്പറേറ്റ് ലിവിങ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ വരുന്നത് നമുക്ക് പാറ്റിയോ സ്പേസുകൾ, ഈവൻ കിച്ചൻ്റെ ബാക്ക് സൈഡിലും ഒരു കോട്ടയാടിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ബാക്ക് സൈഡിലും കിച്ചണിൽ നിന്ന് ഇറങ്ങിയിരിക്കാനും കിച്ചണും ഡൈനിങ്ങും കൂടെ വരുന്ന ജംഗ്ഷൻസിലും അങ്ങനെ ഒരു കോട്ടയാട് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഒരു കോമൺ സ്പേസ്, ഒരു പാസേജിൽ നിന്നാണെങ്കിലും നമുക്കൊരു പാറ്റിയോ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോജക്റ്റിലും വരുന്ന ചലഞ്ചസ് നമുക്കതൊരു മെറിറ്റായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് നമ്മളെപ്പോഴും പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ പ്ലോട്ട് മുകളിലേക്ക് ഈസ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു, പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെസ്റ്റ് സൈഡിലേക്ക് പ്ലോട്ടിന് സ്ലാൻഡിങ് ആണ്, ചെരിഞ്ഞിടക്കും. അപ്പോൾ ആ ചെരിവ് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാന്നുള്ള ഒരു ചലഞ്ച് അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. സിംഗിൾ സ്റ്റോറി ആ ലെവലിനനുസരിച്ച് തന്നെ ബിൽഡിങ്ങിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവലിലേക്ക് ആ ബിൽഡിങ്ങിൻ്റെ പ്ലാന് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോയി ലെവൽസ്. അപ്പം പുറത്ത് നോക്കുമ്പോഴത്തേനും സിംഗിൾ സ്റ്റോറിയുടെ ഒരു ആഠിത്യമുണ്ട്, ഒരു ഭംഗിയുണ്ട്. എന്നാൽ കണ്ടാലിത് ഡബിൾ സ്റ്റോറി ആണോ എന്ന് തോന്നിപ്പോകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല. ആ ഒരു യുണീക്ക്നെസ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ ഒരു മെറിറ്റ് എടുത്തു പറയാനായിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ള ഈ വീടിന് 2 എലിവേഷൻ, അതായത് നോർത്ത് സൈഡിൽ നിന്ന് റോഡ് ഇറങ്ങി വന്ന് നോർത്ത് ഈസ്റ്റ് ആംഗിളിൽ അതിന് ഒരു എലിവേഷൻ കൊടുത്താണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സൺപാത്ത്, വിൻഡ് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്ന ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് നോർമലി ഉള്ള സൺപാത്തും ആ വിൻഡ് മോഡുലേഷൻ കറക്റ്റായിട്ട് സൈറ്റിൽ നമുക്ക് കിട്ടിപ്പോകുന്നുണ്ട്. കാരണം വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് നാച്ചുറലി വരുന്ന സൺപാത്തും വിൻഡ് ഡയറക്ഷനും. നമുക്ക് ക്വിക്കായിട്ട് ഇതിൻ്റെ പ്ലാനിലേക്ക് ഒന്ന് പോവാം. ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ട് പോർഷൻ വരുന്നത്. ക്ലയൻറ്റ് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇച്ചിരി വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സിറ്റ് ഔട്ടിന് ഇച്ചിരി ലെങ്തി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഫോയർ സ്പേസിലേക്കാണ് കിടക്കുന്നത്. പിന്നെ ഒരു പാസേജിനെ നമ്മൾ ഫോയർ എന്ന് പറയാൻ കാണാന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്ത് ഷൂറേക്ക് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കയറി വരുമ്പം ചപ്പല അതുപോലുള്ള കാര്യങ്ങൾ, ഫുഡ് വേസ്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ടൊരു പ്രൊവിഷനും തിരിച്ചു വരുമ്പോൾ ഇരുന്ന് പോളിഷ് ചെയ്യാനോ നമുക്ക് ഷൂ ലേസൊക്കെ ഇടാനോ അങ്ങനത്തെ പ്രൊവിഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു ഫോയർ സ്പേസ് എന്നാണ് അതിനെ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. ആ ഫോയർ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ഒരു ഫോമൽ സ്പേസിലേക്ക് നമുക്കൊരു ആക്സസ് വരുന്നുണ്ട്. ഇവിടെ ഫാമിലി എന്ന് എഴുതി പോയിരിക്കുന്നത് ഫോമൽ സ്പേസ് ആണത്. നമുക്ക് മറ്റൊരു ഫാമിലി സ്പേസ് നമുക്ക് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിനോട് അടുത്ത്. ആ ഫോയർ സ്പേസും ഈ ഫോമൽ ലിവിങ് ഏരിയയും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എൻ്റർ ചെയ്യുന്നത് ഒരു പാസേജിലേക്കാണ്. ഈ പാസേജിൻ്റെ എൻഡ് ടു എൻഡ് ആണ് ഈ പ്രോപ്പർട്ടിയുടെ, ഈ പ്രോജക്റ്റിൻ്റെ ബാക്കി അമ്യൂണിറ്റീസിനെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്. അതായത് ഈ പാസേജ് ഇങ്ങനെ നെടുനീളമാണ് നമുക്ക് പാസേജ് കൺസെപ്റ്റ് വരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പാസേജിനെ ഓറിയൻറ്റ് ചെയ്ത് നമ്മൾ ഈ അമ്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ പ്രൈവസി, അതായത് റൂംസിനും അതിൻ്റെതായ ക്രോസ് വെന്റിലേഷൻസ്, ഈ പാറ്റിയോ അല്ലെങ്കിൽ കോട്ടയാട് പോലുള്ള അമ്യൂണിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പലയിടത്തേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനെല്ലാം നമുക്ക് ഈ പാസേജുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കോമൺ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാസേജിൽ നിന്ന് തന്നെയാണ് ഇത് നമ്മൾ അടുത്ത ഡൈനിങ്ങിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ആ ഡൈനിങ്ങിൽ നിന്ന് ലെഫ്റ്റ് തിരിയുന്ന ഒരു സ്റ്റെയർ കേസ് നമുക്ക് അവിടെ നിന്ന് കാണാം. ആ സ്റ്റെയർ കേസ് കയറി 10 സ്റ്റെപ്പേ ഉള്ളൂ. ഓൾമോസ്റ്റ് 5 ഫീറ്റ് ഹൈറ്റിൽ നമ്മുടെ മുകളിലെ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ആംബിയൻസ് അനുസരിച്ച്, അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്ലോപ്പ് ഡിഫറെൻ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞത്. ഇതാണ് 2 ബെഡ്റൂം, നമുക്ക് വിശാലമായ 2 ബെഡ്റൂം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. അതിൻ്റെ പ്രൈവസി ഫാക്ടർ പറയുമ്പോൾ 5 ഫീറ്റ് നോർമലി ഉള്ള ലോ ഫ്ലോറിനേക്കാളും ഉയർന്നാണ്. അവിടെ നമുക്ക് ഒരു ലാൻഡിങ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ ലാൻഡിങ് സ്പേസിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ. ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ 1, 2, 3, 4 സീറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ TV യൂണിറ്റ് ഇവിടെയാണ്. ഈ TV യൂണിറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അവിടെ ഒരു ഇൻറ്റീരിയറിൻ്റെ
ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ട് അതേലാണ് നമ്മൾ ടി വി യൂണിറ്റ് കൊടുക്കുക. ആ ടി വി യൂണിറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ഒരു ബുക്ക് ഷെൽഫാണ് പ്ലാൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ബുക്ക് ഷെൽഫ് നമ്മൾ ഓപ്പണബിളായിട്ട് നടത്തും. ഓപ്പണബിളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് ഇങ്ങോട്ടൊരു ആക്സസ് ഉണ്ട്. മുകളിലത്തെ ലാൻഡിങ്ങിൻ്റെ, ബെഡ്റൂമിൻ്റെ ലാൻഡിങ്ങിൻ്റെ ബോട്ടം കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റോറേജ് ആയിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷനിലാണ് നമ്മുടെ ആ ഫാമിലി ലിവിങ് ഏരിയ, ആ ടി വി യൂണിറ്റും മറ്റു കാര്യങ്ങളും, ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ലാൻഡിങ്ങും അതിൻ്റെ ബോട്ടം നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് എടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ പോയിരിക്കുന്നത്. അടുത്ത് നമ്മൾ ആ പാസേജിൽ നിന്ന് തന്നെ 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് പിന്നെ നമുക്ക് കിച്ചണാണ് വരിക. കിച്ചണിലേക്ക് ഒരു 110 വിഡ്ത്തിൽ ഒരു ഓപ്പണിങ് നമ്മൾ കൊടുത്തിരിക്കുന്നു. പിന്നെ കിച്ചണിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ഏരിയയിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. പിന്നെ ഇവിടെയാണ് ബാക്കി ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ കിച്ചണോടനുബന്ധിച്ച് നമുക്കൊരു കോട്ടയാടുള്ള ഒരു പാറ്റിയോ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാൻ കാരണം, ഇത് കിച്ചണിൻ്റെ ഔട്ട്ഡോർ നമ്മൾ പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ വിശാലമായിട്ട് നമുക്കൊരു വരാന്ത സ്പേസ് അവിടെ ഉണ്ട്. അവിടെ നമുക്കൊരു അരകല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ചെയറൊക്കെ ഇട്ട് വെളിയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും നമുക്കുണ്ട്. 3D കാണുമ്പോൾ അറിയാം നമ്മൾ ഈ ഒരു പ്രൊവിഷൻ ഇങ്ങനെ ജാളിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സും ഒക്കെ അങ്ങനെ കൊടുത്ത് നമുക്ക് നല്ലൊരു റിക്രിയേഷണൽ സ്പേസ് നമുക്ക് കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതായത് നമ്മുടെ ഈ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന ഈ സ്ലൈഡിംഗ് ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് അവിടെ ഒരു സൗകര്യം വരുന്നുണ്ട്. ഈ പാസേജിൻ്റെ എൻഡ് ടു എൻഡ് എന്ന് പറയുമ്പം ഇതാണ് പാസേജ് വരുന്നത്. ഇത് നോക്കും, ഇവിടെ നമുക്കൊരു കോമൺ വാഷ് സ്പേസ് കൊടുത്തിരിക്കുക. അത് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്നു. അത് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ആവശ്യത്തിനുള്ള ഒരു സെപ്പറേഷൻ അതിന് കിട്ടുന്നുമുണ്ട്. ആ വിധത്തിലാണ് നമ്മൾ ആ കോമൺ വാഷ് ബേസിൻ്റെ പ്രൊവിഷൻ നമ്മളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്ലംബിങ്ങിനോടനുബന്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകെ ഉണ്ടോ ഒരു വാഷിംഗ് മെഷീനും നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. അതും അപ്പോൾ പ്ലംബിങ്ങിലെല്ലാം ഒരുമിച്ച് നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റും. പിന്നെ ഈ പാസേജിൽ നിന്ന് തന്നെ നമ്മൾ പോകുമ്പോഴത്തേനുമാണ് ഇവിടോട്ടൊരു മറ്റൊരു വരാന്ത നമുക്ക് ഇറങ്ങാനായിട്ടൊരു പ്രൊവിഷനുണ്ട്. ആ വരാന്തയിൽ നമുക്ക് ഒരു ചെയറൊക്കെ ഇട്ട് അവിടെ ഇരിക്കാം. ഈ പറഞ്ഞ നല്ലൊരു അത്യാവശ്യം ഒന്ന് പത്രം വായിക്കാനും ഒരു കോഫിയോ കുടിക്കാനോ ഒക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ അതിനോട് ആ വരാന്ത, ഇതാണ് വരാന്തയുടെ പോർഷൻ വരിക. ഈ ഒരു സ്പേസിങ്ങിലാണ് വരാന്തയ്ക്ക് വരുന്നത്. അവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റിയോ സ്പേസ് ആണ്. എന്നാൽ നമുക്ക് കോട്ടയാടെന്ന് പറയാവുന്നത് ഏകദേശം ഒരു നടുമുറ്റം കിട്ടുന്ന പോലെയാണ്. അവിടെ നമ്മളൊരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂം, ഈ കോർണറുള്ള ഫസ്റ്റ് ഫ്ലോറിൽ 5 ഫീറ്റ് കയറിയിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ അവിടെ ബേ വിൻഡോ ഉണ്ട്. ആ ബേ വിൻഡോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റിക്രിയേഷണൽ സ്പേസിലേക്കായിരിക്കും നമുക്ക് വ്യൂ വരിക. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം സ്പേസ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഒരു എക്സ്ട്രാ ഡീസൻറ്റ് സ്പേസിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് പ്രൊവിഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 2-3 വാർഡ്രോബ് സ്പേസ് വരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ഒരു ബേ വിൻഡോ കൊടുത്തിരിക്കുകയാണ് ഈ പ്രൊവിഷനിൽ. ആ റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോസ് വെന്റിലേഷൻ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെ ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഓപ്പണിങ്, ഇങ്ങനെ ഓപ്പണിങ് നമുക്കുണ്ട്. സഫീഷ്യൻറ്റ് ലൈറ്റ് ആൻഡ് എയർ ഇൻടേക്കിന് ആ റൂം വളരെ ആപ്റ്റാണ്. അത് കൂടാതെ നമ്മൾ കോട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം 2 സൈഡിൽ നമ്മൾ ബെഡ് ടേബിൾസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനോടടുത്ത് തന്നെയാണ് നമുക്ക് W1 2 ഓപ്പണിങ്ങുകൾ വരിക. ബെഡ്റൂമിൻ്റെ ഹെഡ് പൊസിഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് നോർത്ത് സൈഡ് തന്നെയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റഡി ടേബിൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. ബേ വിൻഡോയുടെ ഇടവും വലവുമായ 2 വാർഡ്രോബ്സ് അല്ലെങ്കിൽ ഷെൽഫ് എന്തും അവിടെ പ്ലാൻ ചെയ്യാൻ ആവൃത്തി വന്നിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ടുണ്ട്. കാർപോർച്ചിൻ്റെ ആ പാത്വേ ഒരു സൈഡിൽ കാർപോർച്ചിൻ്റെ റൂഫിങ്ങിൻ്റെ സപ്പോർട്ടിനായിട്ട് ഒരു ബ്രിക്ക് വാൾ ചെയ്തിട്ട് ഒരു പാത്വേ ഷേപ്പിൽ അത് കർവ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കാർപോർച്ച് വരുന്നത്. ഈ ഫ്രണ്ട് കോർണറിൽ ഈ കാണുന്ന പ്രൊവിഷനാണ് നമുക്ക് കിച്ചണിൻ്റെ വിൻഡോസും മറ്റു കാര്യങ്ങളുമെല്ലാം. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ അരകല്ല് വരുന്നത് ഈ ഒരു പ്രൊവിഷനിലായിട്ട് നമ്മൾ അരകല്ല് കൊടുക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നോർത്ത് സൈഡിൽ റോഡ് വരുന്നു. ആ റോഡിൻ്റെ അവിടുന്ന് ഈ കിച്ചണിൻ്റെ അങ്ങോട്ടുള്ള ഒരു പാറ്റിയോ ഏരിയയ്ക്ക് ഒരു പ്രൈവസി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ജാളിയുടെ വർക്ക് കൊടുത്തിട്ട് അവിടെ ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫാമിലി ലിവിങ് പുറത്തേക്ക് ഇറങ്ങാൻ, അതുപോലെ ഈ പറയുന്ന കിച്ചണിൽ നിന്നുള്ള ഒരു വരാന്ത, അതുപോലെ ഈ ടോപ്പ് റോഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പാറ്റിയോ സ്പേസും കിട്ടുന്നുണ്ട്. പിന്നെ പ്ലോട്ടിൻ്റെ കിടപ്പനുസരിച്ച് അതിനെ ഒരു 5 ഫീറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബെഡ്റൂംസ് വരിക. ആ ബെഡ്റൂംസിന് കൊടുത്തിരിക്കുന്ന ഈ ബേ വിൻഡോയിൽ നിന്ന് നമുക്ക് കിച്ചണിൻ്റെ ഇങ്ങോട്ടൊരു കണക്ടിവിറ്റിയും ഈ പാറ്റിയോ സ്പേസിലേക്ക് ഒരു കണക്ഷനുണ്ട്. അതുപോലെ ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇതാ ഇവിടെ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് കിട്ടുന്നുണ്ട്. ആ കോർട്ട്യാർഡ് സ്പേസിനും ഇപ്പോഴത്തെ അതർ സൈഡ് ബെഡ്റൂമിൻ്റെ ബേ വിൻഡോയിൽ നിന്ന് ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് നമുക്ക് കിട്ടുന്നു. ഇവിടെയാണ് ഒരു വരാന്ത വന്നു, അതിൻ്റെ മേളിലൊരു ഷെയ്ഡും ഒരു പർഗോള നീട്ടി കൊടുത്ത് നമുക്ക് അവിടെ ഇരുന്ന് ഒരു പേപ്പർ റീഡിങ്ങിനൊക്കെ ഉള്ള ഒരു പ്രൊവിഷനായിട്ട് നമ്മളവിടെ നിർത്തിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി റൂഫിങ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ കൺസെപ്റ്റിലാണ് റൂഫിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു 3Dയുടെ ഏരിയ. സോ അപ്പം ഞങ്ങൾ വീടും പ്ലാനിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും എല്ലാമായിട്ട് ഞങ്ങളുടെ പേജിൽ എപ്പോഴും വീഡിയോസ് അപ്ഡേറ്റ്സ് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സൈനിങ് ഓഫ്. താങ്ക് യു.